പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അനാമികയുടെ അച്ഛനും അമ്മയും വന്നുകൊണ്ട് ദേവയാനി ഉണ്ടാക്കിയ പലഹാരം എല്ലാവർക്കും കൊടുത്തല്ലോ. അപ്പോൾ ആദർശിനും നയനിക്ക് ഉണ്ടാക്കി വെച്ചതായിരുന്നല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനില്ലാത്തതുകൊണ്ട് വീണ്ടും ദേവയാനി പലഹാരം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എൻ്റെ മോനും മരുമോൾക്കും വേണ്ടി ഉണ്ടാക്കിയ പലഹാരമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് അവർ കയറി വരുമെന്ന് വിചാരിച്ചതല്ലല്ലോ. എന്തായാലും എൻ്റെ മോനും മരുമോളും കഴിക്കുന്ന ഒരു സന്തോഷം എനിക്ക് മറ്റാര് കഴിച്ചാലും കിട്ടില്ല എന്നോർത്തുകൊണ്ട് വീണ്ടും പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വേണുവിനെയും രേവതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരാണെങ്കിൽ വാഷ്റൂമിൽ പോയി ആകെ മടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ അവശതയിലായിട്ടുണ്ട് വയറ് കേടായതുകൊണ്ട് തന്നെ. അപ്പോൾ അവർ അതിനെക്കുറിച്ചൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. നേരത്തെ അവർക്ക് ഇതുപോലൊരു പണി കിട്ടിയിരുന്നതാണല്ലോ. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു, എപ്പോൾ ഇവിടെ വന്ന് എന്ത് കഴിച്ചാലും ഇങ്ങനെ വയറ് പണി തരികയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അനാമിക അവിടേക്ക് വരുന്നത് കേട്ടോ. അനാമികയ്ക്കും തീരെ വയ്യ, വയറും പൊത്തി പിടിച്ചുകൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഇപ്പോൾ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ആകെ മടുത്തു. ഇതിപ്പോൾ എപ്പോഴും ഞങ്ങൾ ഇവിടെ വന്നാൽ ഇതാണല്ലോ അവസ്ഥ, ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോഴാണെങ്കിലും അനാമിക പറയാണ്, ഇതാ നവ്യ ഒപ്പിച്ച പണിയായിരിക്കും, അവൾക്കാണ് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്ന ഇഷ്ടമില്ലാത്ത, അവൾ മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ് അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്നൊക്കെ പറയട്ടോ. അങ്ങനെ അവൾ ചെയ്യോ, അവളുടെ ഭർത്താവും കഴിച്ചല്ലോ, അവളുടെ ഭർത്താവിന് അവൾ വിഷം ചേർന്ന ഭക്ഷണമൊക്കെ കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ അനാമിക പറയാണ്, അവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും, അവനോട് ഇങ്ങനെ വലിയ സ്നേഹമൊന്നുമില്ല അവൾക്ക് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അബിക്കും തിരിച്ചൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പറയുന്ന സമയത്ത് തന്നെ വേണു പറയുന്നുണ്ടായിരുന്നു, മോൾക്ക് ഇങ്ങനെ വലിയ കഷ്ടമായിരിക്കുമല്ലോ ഇവിടെ ഇങ്ങനെ ജീവിച്ച് പോകണമെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അനീനെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് അച്ഛൻ ഇപ്പോഴും മനസ്സിലായില്ലേ, ഞാൻ അനീനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇവിടെ കയറി കൂടിയത്, സമ്പത്ത് മോഹിച്ചിട്ട് തന്നെയാണ്, ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കയ്യിൽ വന്നാൽ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് അതിൻ്റെ കൂടെ തന്നെ അനാമിക പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ അനീനെ ഒഴിവാക്കി പോയാലും അനി മറ്റാരെ വേണമെങ്കിലും വിവാഹം കഴിച്ചോട്ടെ, പക്ഷേ ആ നന്ദു എന്ന് പറയുന്നവൾ ഇങ്ങോട്ട് വരരുത് അവരുടെ ചേച്ചിമാരുടെ കൂടെ. അപ്പോൾ അതെനിക്ക് എന്തായാലും അതൊരു വാശിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ സമയത്ത് രേവതിയൊക്കെ പറയുന്നുണ്ടായിരുന്നു, അനാമിക അത് പറയുന്ന സമയത്ത് രേവതിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മോള് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കരുത്, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചെടുക്കണം എന്ന് തന്നെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേണുവിന് വീണ്ടും വയറുവേദന വന്ന് വാഷ്റൂമിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, എനിക്കും വയറിന് വയ്യ, പെട്ടെന്ന് ഇറങ്ങണം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ അനാമികയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. അപ്പോൾ 3 പേർക്കും വയറിന് നല്ല പ്രശ്നമായിട്ടുണ്ട്. പിന്നീട് നവ്യനെ കാണിക്കുന്നുണ്ടായിരുന്നു. നവ്യാണെങ്കിലും ചിരിച്ച് ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് അബിയാണെങ്കിലും വാഷ്റൂമിലാണ്. അവിടുന്ന് ആകെ ആവശ്യമായിട്ടാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. ഇത് കാണുമ്പോൾ നവ്യയ്ക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നവ്യനെ കാണുമ്പോൾ തന്നെ അബിക്ക് ആകെ കലി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്താടി ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയും, അതിനിപ്പോൾ ഇവിടെ ദുഃഖിക്കുക മാത്രമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അപ്പോൾ നീയാണോ ഈ പണി ഒപ്പിച്ചത്, ഇങ്ങനെ ആദർശേട്ടനും നയനയ്ക്കും വേണ്ടി അമ്മായി ഉണ്ടാക്കി വെച്ച പലഹാരമാണ് എടുത്ത് കഴിച്ചത്, അത് ഇങ്ങനെ ഒരു പണി തരുന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത്, ചിലപ്പോൾ ഇങ്ങനെ ചെയ്ത പണി തിരിച്ചു കിട്ടിയത് തന്നെയാവും എന്നൊക്കെ ഇങ്ങനെ നവ്യ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് അനാമിക അവിടേക്ക് വന്നിട്ട് അബിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അബിയേട്ടന് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ പ്രശ്നം ഉണ്ടോന്നോ, അപ്പോൾ അബിയുടെ കാര്യം അബി പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണ്, എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇവിടെ പലരും ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യാനായിട്ട്, ഭക്ഷണത്തിൽ മായം കലർത്താനായിട്ട് എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, ആ പലരും നീ ഉദ്ദേശിച്ചത് ആരെയെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ നവ്യനെ തന്നെയാണെന്ന് നവ്യക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നവ്യ പറയുന്നുണ്ടായിരുന്നു, നീ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, ഇതിന് മുൻപും ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പിന്നിൽ നീയും നിൻ്റെ അമ്മയൊക്കെ തന്നെയായിരിക്കും, അതുപോലെ തന്നെ പിന്നെ നിൻ്റെ അമ്മായിയമ്മയും പിന്നെ മറ്റു 2 പേരും കൂടെ ഇവിടെ ഉണ്ട്, ഇവനും ഇവൻ്റെ അമ്മയും കൂടെ എന്നങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അല്ലാതെ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അമ്മായി എന്തായാലും ഭക്ഷണത്തിൽ ഇങ്ങനെ മായം ചേർക്കുന്ന പരിപാടിയൊന്നും ചെയ്യില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അനാമികയാണെങ്കിലും അത് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ അനാമിക നല്ലോണം പറയുന്നുണ്ട്, നവ്യ നന്നായിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തിനാ അപ്പോൾ ഞങ്ങളുടെ റൂമിലേക്ക് വന്നതെന്ന് ചോദിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അബിയേട്ടന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ, അവന് പ്രശ്നം ഉണ്ടെങ്കിൽ അവനങ്ങ് സഹിച്ചു, നീ അത് അന്വേഷിക്കേണ്ട, നീ ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വരുന്ന ഇഷ്ടമില്ലാത്തവർ തന്നെയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അനാമിക പോയി കഴിഞ്ഞ ശേഷം നവ്യനോട് അബി ചോദിക്കുന്നുണ്ടായിരുന്നു, നീയാണോ ഈ ഒരു പണി ഒപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ഞാനാണെങ്കിൽ ഞാൻ തന്നെ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നീ ചെയ്തോ, നീയോ അവളും കൂടെ ചെന്ന് ഒരു കംപ്ലയിൻറ്റ് കൊടുക്ക്, എന്നിട്ട് അവർ അന്വേഷിക്കട്ടെ, അപ്പോൾ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുമല്ലോ എന്ന് പറയൂ കേട്ടോ. പിന്നീട് നയനിയും ആദർശയൊക്കെ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവയാനി അവർ കഴിക്കുന്നത് നോക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ പലഹാരമൊക്കെ കഴിച്ചിട്ട് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങനെ ഓരോ പലഹാരം ഉണ്ടാക്കുമ്പോഴും ഓരോരോ ടേസ്റ്റ് ആണല്ലോ, അമ്മ ഇപ്പോൾ ഇങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടല്ലേ എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ആ സമയത്താണ് അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ വന്നത്, അവർക്കത് എടുത്തു കൊടുത്തു. പിന്നെ ഞാൻ ഇത് വേറെ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയൂ കേട്ടോ. അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നയനിയാണെങ്കിലും ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ തന്നെ ചായ ഇട്ട് കുടിച്ചോളുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ടാന്നൊക്കെ ദേവയാനി പറയും കേട്ടോ. അപ്പോൾ ഈ സമയത്താണ് ജലജ പുറത്തു പോയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തു പോയി വരുന്ന ജലജ കാണുന്നത് ആദർശും നയനിയും ഇങ്ങനെ പലഹാരമൊക്കെ കഴിക്കുന്നതാണല്ലോ. അപ്പോൾ കഴിക്കുക എന്നിട്ട് വേണം നിങ്ങൾ രണ്ടും കൂടെ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുന്നത് എനിക്ക് കാണാൻ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുമ്പോൾ,
ദേവയാനി ജലജേനെ കാണുന്നുണ്ട്. അപ്പോൾ ജലജേനോട് ചോദിക്കും, നീ എവിടെ പോയതാന്ന് ചോദിക്കുമ്പോൾ, എനിക്കൊരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു, അത് കൊടുക്കാൻ പുറത്തൊന്ന് പോയതാന്ന് പറയട്ടോ. എന്നാൽ അപ്പച്ചി വന്നിട്ട് പലഹാരം കഴിച്ചോ എന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് വേണ്ടാന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ കഴിച്ചാലെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഇത് ഏട്ടത്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും അത് നിനക്കും കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ജലജേനോട് ദേവയാനിയും പറയുമ്പോൾ, അയ്യോ എനിക്കിപ്പോൾ പലഹാരമൊന്നും വേണ്ട, നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് അങ്ങ് പോവാണേ. നയനയ്ക്കാണെങ്കിലും ആദർശനാണെങ്കിലും പലഹാരമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നയനയാണെങ്കിലും അതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അധികം സുഖിപ്പിക്കുകയൊന്നും വേണ്ട, അപ്പോൾ ഞാൻ ഇവന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, പക്ഷേ ഇവന് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇവൾക്കും കൂടെ കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ അമ്പലത്തിലൊക്കെ പോയാൽ ഒരേ ഒരു കാര്യം മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ, അമ്മയും ഇവളും തമ്മിലുള്ള അകൽച്ച മാറണം, ദേഷ്യമൊക്കെ മാറണം എന്നൊക്കെ പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് പറയുമ്പോൾ, നിൻ്റെ പ്രാർത്ഥന കൊണ്ട് ഇപ്പോൾ ഞാനും ഇങ്ങനെ ഒരുപാട് മാറിയല്ലോ, അതുകൊണ്ടല്ലേ നിനക്കിപ്പോൾ ഇവളെ ഓഫീസിലേക്ക് വിട്ടത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ നയനയ്ക്കാണെങ്കിലും ഇങ്ങനെ ഒരു സംശയമൊക്കെ വരുന്നുണ്ട്. ഒരു ചെറിയ ചിരിയോടുകൂടി ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. പിന്നീട് നമ്മുടെ ജലജ നേരെ അബിയുടെ റൂമിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. അപ്പോൾ ജലജ ഭയങ്കര സന്തോഷത്തിലാണ്. അബിയാണെങ്കിൽ ആകെ വാഷ്റൂമിലൊക്കെ പോയി ആകെ അവശനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ, വയറും കുത്തി പിടിച്ചുകൊണ്ട്. ജലജ ഭയങ്കര സന്തോഷത്തിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ അവനും അവളും കൂടി ഇരുന്ന് ഇങ്ങനെ പലഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ നെട്ടോട്ട് ഓടുന്നത് നിനക്ക് കാണാമെന്ന് പറയട്ടോ. അപ്പോൾ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അവർക്ക് ഉണ്ടാക്കുന്ന പലഹാരത്തിൽ ഞാനിങ്ങനെ വയറ് കേടാക്കുന്ന പൊടി ചേർത്തിട്ടാണ് ഇവിടുന്ന് പോയതെന്ന് പറയുമ്പോൾ, അപ്പോൾ അമ്മയാണോ ആ പണി ഒപ്പിച്ചതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ അതെന്താ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ആ പലഹാരം കഴിച്ചത് ഞാനും അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ കൂടിയാണ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ആകെ വയറ് കേടായിട്ട് ഇരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ അവരും അവിടെ ഇരുന്ന് ഇങ്ങനെ പലഹാരം തന്നെയല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അത് ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അമ്മായി വേറെ ഉണ്ടാക്കിയതാവും എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും അമ്മ ഇങ്ങനൊരു പണി ഒപ്പിക്കുമ്പോൾ എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഒന്നിനും കൊള്ളില്ല, അതുകൊണ്ട് തന്നെയാണ് പറയാതിരുന്നതും, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എൻ്റെ മനസ്സിൽ തന്നെ വെച്ചെന്ന് പറയുമ്പോൾ അബി പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ആ നയന എന്ന് പറയുന്നവൾക്ക് ദൈവങ്ങളുടെ പിന്തുണയുണ്ട്, അതുകൊണ്ടാണ് അവൾ ഈ ഓരോ കാര്യത്തിൽ നിന്നും ഇങ്ങനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നത്, ഇനിയെങ്കിലും അമ്മ അതൊന്നും മനസ്സിലാക്കി വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുതെന്ന് പറയാണ്ടപ്പോൾ ജലജയാണെങ്കിലും ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്, അതും പാളിപ്പോയല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ്. പിന്നീട് അനാമികയും എല്ലാവരും കൂടെ വീണു അതുപോലെ രേവതിയൊക്കെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജലജ അങ്ങോട്ട് ചെല്ലുമ്പോൾ ജലജേനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്, ഇതൊക്കെ ആരാ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ജലജ പെട്ടെന്ന് പറയാണ്, നിങ്ങളോട് ശത്രുതയുള്ളത് എൻ്റെ മരുമോൾക്ക് തന്നെയായിരിക്കും, അവൾ തന്നെയായിരിക്കും ഇത് ചെയ്തതെന്ന് പറയാൻ കേട്ടോ. അത് ശരിയാണ്, ആ ഒരു സംശയം എനിക്കുണ്ടെന്ന് അനാമികയും അവരൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാതെയായി, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പോലും ഞങ്ങൾക്ക് പേടിയാണ്, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് ഒഴിവാക്കേണ്ടി വരുമെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വയറൊന്ന് ക്ലീൻ ആയാലല്ലേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ, എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനിയിപ്പോൾ പോകുന്ന വഴിയിൽ വയറ് ഇങ്ങനെ പണി തരികയാണെങ്കിൽ പെട്രോൾ പമ്പും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ അങ്ങ് കയറാമെന്ന് പറഞ്ഞിട്ട് വേണം, അതുപോലെ തന്നെ രേവതി യാത്ര പറഞ്ഞ് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, ഇനി ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ, ഇനി പോയിട്ട് വരുന്നത് ഒന്ന് ആലോചിക്കണം എന്ന് വേണം കൂടെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവരങ്ങ് പോകുന്ന സമയത്ത് ജലജ മനസ്സിൽ ഓർക്കുകയാണ്, നിങ്ങളോട് ആരാ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ വന്ന് കയറാൻ പറഞ്ഞത്, ഞാൻ ഇങ്ങനെ അവൾക്കും വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന പണിയായിരുന്നല്ലോ, അതിൻ്റെ ഇടയിൽ നിങ്ങളോട് ആരെങ്കിലും വന്ന് കയറാൻ പറഞ്ഞു എന്ന് മനസ്സിലോർക്കുകയാണ്. പിന്നീട് നയനിയാണെങ്കിലും ആദർശാണെങ്കിലും പലഹാരമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് കഴിക്കാൻ തോന്നുന്നുണ്ട്, ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടെ, നല്ല ടേസ്റ്റുള്ള പലഹാരമാണെന്നൊക്കെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, മതി മതി പുകഴ്ത്തിയത്, എല്ലാം കഴിച്ചില്ലേ, ഇനി അങ്ങ് എഴുന്നേറ്റ് പോകാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ദേവേനയാണെങ്കിലും അങ്ങ് പെട്ടെന്ന് നയനയോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് രേവതിയും അതുപോലെ തന്നെ വേണു അനാമിക അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിച്ച പലഹാരം തന്നെയാണല്ലോ അവരും കഴിക്കുന്നത്, എന്നിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ വന്നിട്ട് ആദർശിനോട് ചോദിക്കുകയാണ്, വയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് ആദർശി എന്ന് ചോദിക്കട്ടോ. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളും ഇങ്ങനെ ദേവയാനി ചേച്ചി ഉണ്ടാക്കിയ പലഹാരമാണ് കഴിച്ചത്, എന്നിട്ട് ഞങ്ങൾക്ക് വയറിന് പ്രശ്നമായി എന്ന് പറയുന്നുണ്ടായിരുന്നേ. ഇതിപ്പോൾ ദേവയാനി ചേച്ചി ഉണ്ടാക്കിയോണ്ടാണ് ഞങ്ങൾ കഴിച്ചത്, അതിൽ ഒന്നും ചേർക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, ചേച്ചി ആയതുകൊണ്ട് ഒന്നും ചേർക്കില്ല എന്നറിയാം, അത് വിശ്വസിച്ചാണ് ഞങ്ങൾ കഴിച്ചത്, എന്നിട്ടും ഞങ്ങൾക്ക് വയറിന് പണി കിട്ടി, അപ്പോൾ എന്തായാലും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ തന്നെയാണല്ലോ അടുക്കളയിൽ എല്ലാം ഉണ്ടാക്കുന്നത്, ആ സമയത്ത് ആരും അടുക്കളയിൽ കയറിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, എന്തോ ആരോ അതിൽ ചേർത്തിട്ടുണ്ട്, അത് ഉറപ്പ് തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് വയറിന് പണി കിട്ടിയത് എന്നൊക്കെ പറയൂ കേട്ടോ. അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ഒരുത്തി ഉണ്ടല്ലോ, അവൾ തന്നെയായിരിക്കും ഈ പണി ഒപ്പിച്ചതെന്ന് പറയട്ടോ. അപ്പോൾ നവ്യയുടെ പേര് പറയുമ്പോൾ നയനയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. നയന പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ പേരും പറഞ്ഞേനെ, ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ പേര് പറയാത്തത് എന്ന് പറയട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് അന്നിങ്ങനെ ദേവയാനി ചേച്ചി ഒരു പാല് കുടിച്ചാണല്ലോ ഇങ്ങനെ ഹോസ്പിറ്റലായതെന്നൊക്കെ പറയുമ്പോൾ, എന്തായാലും ഞാൻ കാച്ചി വെച്ച പാൽ തന്നെയാണ് അമ്മ കുടിച്ചത്, പക്ഷേ ഞാൻ കാച്ചി വെച്ച പാലിൽ ഒന്നും ചേർത്തിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്, അത്
മറ്റു പലരുമാണ് ചേർത്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയട്ടോ. അങ്ങനെ ചേർത്തവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറയുമ്പോൾ നൈന അങ്ങനെ തറപ്പിച്ച് പറയുന്ന സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്തോ അറിഞ്ഞ പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, എനിക്കൊന്നും അറിയില്ല, അല്ല ഇതിങ്ങനെ ചെയ്യുന്നവർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നൈനയ്ക്കും ആദർശിനും അങ്ങനെ വയറിന് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ച പലഹാരം തന്നെയല്ലേ ഇവരും കഴിക്കുന്നത്, ഇവർക്ക് എന്താ വയറിന് കുഴപ്പമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് പിന്നീട് ഞാൻ ഉണ്ടാക്കിയതാണ് ഇവർക്ക് വേണ്ടിയിട്ട് എന്ന് പറയും. അങ്ങനെ പറയുക, അതുകൊണ്ടാണ് ഇവർക്ക് വയറിന് പ്രശ്നമില്ലാതിരുന്നത്. ഇതിപ്പോൾ നേരത്തെ ഞങ്ങൾക്ക് ഇതുപോലെ വയറിന് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചപ്പോൾ പ്രശ്നം ഉണ്ടായി, ഇപ്പോഴും ഇതുപോലെ ഉണ്ടായി. അപ്പോൾ ഇവിടെ വന്ന് ഇനിയിപ്പോൾ വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ദേവയാനി ചേച്ചി ഉണ്ടാക്കിയതല്ലേ എന്ന് വിശ്വസിച്ചാണ് ഞങ്ങളത് കഴിച്ചതെന്നൊക്കെ പറയൂ കേട്ടോ. പിന്നീട് നൈന അങ്ങ് പോകുന്ന സമയത്ത് വേണു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവളും അവളുടെ ചേച്ചിയും കൂടെ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള പണിയൊക്കെ ഒപ്പിക്കുന്നത്, എന്നിട്ട് മറ്റുള്ളവരുടെ തലയിലേക്ക് ഇടുകയാണ് എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നൈന ഒരിക്കലും ചെയ്യില്ല, അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു തന്നെ പറയും, മറ്റുള്ളവരുടെ പേരിലേക്ക് എന്തായാലും അത് എടുത്തിടില്ല എന്ന് പറയൂ കേട്ടോ. ആ സമയത്ത് വേണു പറയുന്നുണ്ടായിരുന്നു, മോനിപ്പോൾ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ സംസാരിക്കുള്ളൂ എന്ന് പറയും. എന്തായാലും ഞങ്ങളിപ്പോൾ പോവാണെന്ന് പറഞ്ഞിട്ട് വേണു രേവതിയും കൂടെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ പോയിട്ട് പിന്നെ വരാമെന്ന് രേവതി പറയുന്ന സമയത്ത് ഇനി ഇങ്ങോട്ട് വരണമെന്ന് പോലും ഞങ്ങൾക്കൊന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് വേണു അങ്ങ് പോകുന്ന സമയത്ത് ദേവയാനി ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അവർ നമ്മുടെ ഗസ്റ്റ് അല്ലേ, അവരോട് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചുകൂടെ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവർക്ക് ഇത്രയൊക്കെ മര്യാദ കൊടുത്താൽ മതി എന്ന് പറയൂട്ടോ. അപ്പോൾ ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നൈന അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നൈന മാറി നിന്ന് ദേവയാനിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നൈന അങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്തും ദേവയാനി ചിരിച്ചുകൊണ്ടൊക്കെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ നൈനയ്ക്കാണെങ്കിലും ചെറിയൊരു സംശയവും ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.